കാരണം ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെക്ക് അനുകൂലമായി കേരളത്തിൽ ഉയർന്നു വന്നിട്ടൊരു പൊതുവികാരമുണ്ട്. ഇടുക്കി ജില്ലയിലെ ചരിത്രം ആവർത്തിക്കും. 4 മണ്ഡലങ്ങൾ ഞങ്ങളുടെ കൈവശമുണ്ട്. 4 മണ്ഡലം ഞങ്ങൾ നിലനിർത്തും. തൊടുപുഴയിൽ നല്ല രാഷ്ട്രീയ മുന്നേറ്റം ഞങ്ങൾ ഉണ്ടാക്കും. കാരണം ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെക്ക് അനുകൂലമായി കേരളത്തിൽ ഉയർന്നു വന്നിട്ടൊരു പൊതുവികാരമുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി എല്ലാ എക്സിറ്റ് പോൾ സർവേയിലും പറയുന്നതും എല്ലാവരും നടത്തുന്ന പരിശോധനയിലും കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി തുടരണമെന്നാണ് കേരളീയ സമൂഹത്തിൽ 33% ആളുകൾക്കുണ്ടായിരുന്നത്. ആ പിന്തുണയ്ക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് പിന്തുണ നൽകേണ്ട ഒരു ജനത ഇടുക്കിയാണ്. കാരണം 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വെച്ചത് കോൺഗ്രസ് ഉണ്ടായിക്കൊണ്ടുവന്ന ഭൂപ്രശ്നങ്ങൾ ഉൾപ്പെടെ ഈ ജില്ലയുടെ ഭൂമിയെ പൂർണ്ണമായും കപട പരിസ്ഥിതിവാദികൾക്ക് അടിയറ വെക്കുന്നതിന് വേണ്ടിയെടുത്ത നിലപാട്. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇടുക്കി ജില്ലയുടെ ഭൂപടം ഇന്ന് നിലനിൽക്കുന്നത്. അതെല്ലാം നല്ലപോലെ അനുഭവിച്ചറിഞ്ഞ ജനങ്ങളാണ്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിലേക്ക് ഏത് മേഖലയെടുത്താലും നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. അതെല്ലാ പ്രാവശ്യവും അവരടിക്കാറുണ്ടല്ലോ. കഴിഞ്ഞ 3 തവണ അവരോട് ഫ്ലെക്സ് ബോർഡ് അടിച്ചു. അവിടെ അവർ സ്ഥാനാർത്ഥി സ്വീകരണ പരിപാടി ഒരുക്കി വണ്ടി വരെ തയ്യാറാക്കിയിട്ടു. കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ അവിടെ UDFിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചു എന്ന് പറഞ്ഞ് വാഹനമെല്ലാം തയ്യാറാണ്. പക്ഷേ ബിനീഷ് പോയിൽ ആലോചിച്ച് പാലോത്സവം തിരഞ്ഞെടുത്തില്ലേ? അതിനു മുമ്പ് ബിജുമോള് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ബിജുമോള് പരാജയപ്പെട്ടു എന്ന് വിധി എഴുതി പോയല്ലേ, അവസാനം ജയിച്ചില്ല. അതുകൊണ്ട് അവസാനത്തെ ബിനീഷ് പോയിന്റിൽ ഞങ്ങൾ പീരുമേട് മണ്ഡലം ജയിക്കും. ദേവകുളത്തെ എസ് രാജേന്ദ്രൻ വരവൊന്നും ഞങ്ങൾ ഒരു കാരണവശാലും ബാധിക്കുകയില്ല. കാരണം രാജേന്ദ്രൻ ഈ പാർട്ടിക്കകത്ത് നിന്ന് നേടേണ്ട എല്ലാ സ്ഥാനമാനങ്ങളും നേടി എല്ലാ സംവിധാനം ഉണ്ടാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജേന്ദ്രനാണ്. രാജേന്ദ്രൻ്റെ BJP ഏതാണ്ട് വലിയ പ്രതീക്ഷയോടുകൂടി കൊണ്ടുവന്നത്. രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്ത പരിപാടിയിൽ രാജേന്ദ്രൻ അങ്ങോട്ട് ചെന്നപ്പോൾ കുറേ ആളുകൾ BJP ഞങ്ങളുടെ പോകുന്നല്ലോ. അത് നിങ്ങൾ കണ്ടില്ല, അതാ പ്രശ്നം. ഞങ്ങളുടെ പോകുന്ന കുറേ പേര്. അപ്പോൾ സ്വാഭാവികമായിട്ട് രാജേന്ദ്രൻ്റെ വരവൊന്നും അവിടെ ഞങ്ങളുടെ ഒരു കാരണവശാലും ബാധിക്കുന്ന പ്രശ്നമില്ല. ട്രേഡ് യൂണിയൻ മേഖലയിൽ തൊഴിലാളികൾ അവൻ്റെ വർഗബോധത്തിൽ നിൽക്കുന്നവരാണ്. ഏറ്റവും വലിയ വർഗസമരങ്ങൾ നടക്കുന്ന മേഖലയാണ് തൊഴിലാളി മേഖല. ആ വർഗവഞ്ചകന്മാരെ ഉൾക്കൊണ്ടിട്ടുള്ള ചരിത്രം ഒരു സന്ദർഭത്തിലും ട്രേഡ് യൂണിയൻ മേഖല തൊഴിലാളിക്കുണ്ടായിട്ടില്ല. അവരൊരു വ്യക്തിയല്ല കാണുന്നത്. ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങളെ അവൻ്റെ അവകാശ സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അതാണ്. അപ്പോൾ അതുകൊണ്ട് ട്രേഡ് യൂണിയൻ മേഖലയിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി പലപ്പോഴും നമുക്കറിയാമല്ലോ. ഇപ്പോൾ ട്രേഡ് യൂണിയൻ മേഖലകളിൽ നിന്ന് വെല്ലുവിളിച്ചു കൊണ്ടുപോയിട്ടുള്ള പല ആളുകളും അവരവിടെ വഹിക്കുമ്പോൾ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ മുന്നോട്ട് പോകും. ആ ട്രേഡ് യൂണിയൻ ആശയങ്ങൾ നന്നായി അവിടെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ആശയപരമായ മുന്നേറ്റം അവിടെ ഉണ്ടാക്കും. ഇടുക്കിയിൽ നമുക്ക് റോഷിക്ക് 25 വർഷക്കാലമായി ഈ മണ്ഡലത്തിൽ ജനഹൃദയങ്ങൾ നല്ലപോലെ സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള ആളാണ്. റോഷിയുടെ കഴിഞ്ഞ് 4 നൂറ്റാണ്ട് മുമ്പ് ഇടുക്കിയെ സംബന്ധിച്ച് 4 നൂറ്റാണ്ട് മുമ്പുള്ള ഇടുക്കി അല്ലല്ലോ ഇന്നത്തെ ഇടുക്കി. ജില്ലാ ആസ്ഥാന വികസനം, അതുപോലെ മെഡിക്കൽ കോളേജ്, അങ്ങനെ എണ്ണി പറയാൻ കഴിയുന്ന ഒരുപാട് നേട്ടമുണ്ടായി. UDFിൻ്റെ ഭരണകാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ജില്ലാ ആശുപത്രി തൊടുപുഴയ്ക്ക് കൊണ്ടുപോയി അനുഭവമുള്ള ആളുകൾ എവിടെയുള്ളത്. ആ തൊഴിലേക്ക് കൊണ്ടുപോയി ജില്ലാ ആശുപത്രി കൊണ്ടുപോയപ്പോൾ ഇവിടെ മെഡിക്കൽ കോളേജ് അനുവദിക്കാൻ വേണ്ടി നിലപാടെടുത്തു. ഇവിടെ ഒരു മെഡിക്കൽ കോളേജിൻ്റെ സാധ്യത വന്നപ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞ് അന്ന് അതിനുവേണ്ടി നിലപാടെടുത്ത ആളാണ് UDFിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചിവിടെ. അതെല്ലാം ജനങ്ങളുടെ ഓർമ്മ നഷ്ടപ്പെട്ടുള്ളവരല്ലോ. അതെല്ലാം ജനങ്ങളെ തീർച്ചയായിട്ടും എതിരെഴുതും. ആ വിലയിരുത്തുന്ന അടിസ്ഥാനത്തിൽ റോഷിക്ക് അനുകൂലമായി നല്ല വിധിയെഴുത്തുണ്ടാവും. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കൈപ്പത്തി തോറ്റിട്ടില്ല. ജോയിസ് ജോർജിനോട് കൈപ്പത്തിയല്ലേ, കൈപ്പത്തി മത്സരിച്ചല്ലേ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് തോറ്റിട്ടുണ്ടല്ലോ. മാത്രമല്ല ദേവകുളത്ത് കൈപ്പത്തിയല്ലേ, ഉടുമ്പൻചോല കൈപ്പത്തിയല്ലേ. അതെവിടെയാണേലും കൈപ്പത്തി മത്സരിച്ചിടത്തല്ല. ഇപ്പം ഉടുമ്പൻചോലയൊരു കൈപ്പത്തി, ദേവകുളത്ത് വേറെ കൈപ്പത്തി, ഇടുക്കിയിൽ പ്രത്യേക തരത്തിലുള്ള ഏതായാലും ആകർഷ ശക്തിയുള്ളൊരു കൈപ്പത്തിയില്ലല്ലോ. കൈപ്പത്തിക്ക് എല്ലായിടത്തും ഉണ്ടാവേണ്ട